لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് തക്ബീറിൻ്റെ വിളംബരത്തോടുകൂടി വിശ്വാസികൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും അനുകൂലമായി അനുവദിച്ച സർവശക്തനായ അള്ളാഹുവിനെ മനം നിറയെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈദ് എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് മേൽ സൂചിപ്പിക്കുന്ന വലിയ അർത്ഥഗാംഭീര്യമുള്ള ചെറിയ വാക്കാണ്. അറബിയിൽ അവാഇദുള്ള എന്നൊരു പ്രയോഗമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്നാണ് അതിൻ്റെ വിവക്ഷ. അതിൽ നിന്ന് വന്നതാണ് ഈദ് എന്ന് ഭാഷാ പണ്ഡിതരിൽ ചില ആളുകൾ രേഖപ്പെടുത്തുകയാണ്. അനുഗ്രഹങ്ങളെ നന്ദിയോടെ ആഘോഷിക്കുന്നത് വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചതിൻ്റെ പേരാണ് ഈദ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ ആർപ്പും വിളിയും അട്ടഹാസവും ആക്രാന്തവും ചീറ്റലും പൊട്ടലുമായി ബഹളാമയമായ ഒരാഘോഷം കാണുകയുണ്ടായി. അത് വർഷത്തിൽ 2 ദിവസം കേമമായി ആചരിച്ച് പാരമ്പര്യമായി വരുന്നതാണ് എന്നറിയുകയും ചെയ്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളോട് ചോദിച്ചു, ഇതെന്താണ് ഈ ദിവസം? ഫഖാലു, അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ യാ റസൂലല്ലാഹ്, അത് ഞങ്ങൾ പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോന്നിരുന്ന ജാഹിലിയ ഡാർക്ക് ഏജ് കൾച്ചറിൽ നിന്ന് ഉത്ഭവിച്ച ആഘോഷമാണ് നബിയെ. ആ 2 ദിവസങ്ങളിലും ഞങ്ങൾ വല്ലാതെ ആഘോഷിക്കാറുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഉടനെ പ്രതികരിച്ചു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ, അതിനേക്കാളും ഉത്തമമായ ഉത്കൃഷ്ടമായ 2 സുദിനങ്ങളെ പകരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു പകരം നൽകിയ ആ ദിനങ്ങളെ ആഘോഷമാക്കുക. ഏതിന് പകരമാണ് ഈദ് വന്നത്? ആർപ്പും വിളിയും അട്ടഹാസവും ആർഭാടവും ആഭാസവുമായി എല്ലാം മറന്നുകൊണ്ട് ഭാവിയിൽ അവബോധമില്ലാതെ തിമിർത്തിരുന്ന ഒരു വിഭാഗത്തിന് ചേഞ്ചാക്കി കൊടുത്തതാണ് ഈദ്. ആ ഈദിനെ പിന്നെയും ആർപ്പും വിളിയിലേക്കും ആഭാസത്തിലേക്കും ആർഭാടത്തിലേക്കും അനാശാസ്യത്തിലേക്കും കൊണ്ടുപോയാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പകരമാക്കിയത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാതെ പറയുന്നതിൻ്റെ പേരാണ് ആഭാസം. അതുകൊണ്ട് പെരുന്നാൾ എന്ന പേരിട്ട് ആഘോഷം എന്ന സ്ഥാനപ്പേരിൽ സ്വയം തൃപ്തരായി ആർഭാടത്തിനും ആഭാസത്തിനും അനാശാസ്യത്തിനും പെരുന്നാളിനെ ദുരുപയോഗപ്പെടുത്തുന്നവന്റെ മുമ്പിൽ കത്തിക്കാളുന്ന ബീഭത്സകമായ നാരകീയ ജ്വാലയാണ് എന്ന് വിസ്മരിക്കാതിരിക്കട്ടെ. പെരുന്നാൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ വിളംബരം ചെയ്യാനുള്ളതാണ്. അത് നാവുകൊണ്ട് വിളംബരം ചെയ്യുകയും ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെ കൊണ്ട് തിരുത്തി എഴുതുകയും ചെയ്യുക എന്നത് ഒരർത്ഥത്തിൽ പരിഹാസമാണ്. ആരെ പരിഹസിക്കുക? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി ഏതൊരു സർവശക്തനും സർവജ്ഞനുമായ അർഹമുർ റഹീമിന്റെ മഹാത്മ്യത്തെയാണോ വാനോളം പുകഴ്ത്തുന്നത്, ആ പടച്ചവനെ നാവുകൊണ്ട് പൊക്കുകയും ജീവിതം കൊണ്ട് താഴ്ത്തുകയും ചെയ്യുന്നതിന്റെ പേരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബലിപെരുന്നാൾ, പ്രത്യേകിച്ച് ഈദുൽ അദ്ഹ, ത്യാഗോജ്ജലമായ വിശുദ്ധ അധ്യായത്തിന്റെ ചാട്ടുളി തീച്ചൂളയുടെ പ്രതിസന്ധിയിൽ നിന്ന് ആറ്റിക്കാച്ചി എടുത്തതാണ് ഈദുൽ അദ്ഹ. അദ്ഹ എന്ന വാക്ക് പോലും സൂചിപ്പിക്കുന്നത് അതാണ്. ബലിപെരുന്നാളിന്റെ ഉത്കൃഷ്ടമായ സൗഭാഗ്യ സുഹൃതം ബലിയാണ് എന്നെല്ലാവർക്കും അറിയാം. മാ അമില ബനു ആദം യൗമൻ നഹർ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തിദ്ദം. ബലിപെരുന്നാളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായി ഒരടിയൻ
രക്തം ബലിയോടുകൂടി രക്തം ഒലിപ്പിക്കുന്നതിനേക്കാൾ വിശുദ്ധമായ ഒരു ആചാരമില്ല, സദാചാരമില്ല, സുഹൃതമില്ല എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ. ആ ഒരു സുഹൃതം പോലും ത്യാഗനിർഭരമായ, ചിന്തോദീപകമായ, ഹൃദയം പടക്കുന്ന, കരളുരുകുന്ന ചരിത്രത്തിൽ വരിഞ്ഞു മുറുക്കിയതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഖലീലുല്ലാഹിയുടെ സഹധർമ്മിണിയായ ഹാജർ ബീവിയെയും വിസ്മരിക്കുന്ന ഈദല്ല. അവരെ സ്മരിക്കുമ്പോൾ സ്മൃതിയിൽ പൂത്തു നിൽക്കുന്നത് സന്തോഷത്തിന്റെ അധ്യായങ്ങളല്ല, കരിദിനങ്ങളാണ്, കറുത്ത അധ്യായങ്ങളാണ്, പരീക്ഷണത്തിന്റെ തീച്ചൂളയാണ്, പ്രത്യക്ഷ പരാജയത്തിന്റെ അധ്യായങ്ങളാണ്, കരിമരുന്ന് മണക്കുന്ന അക്ഷരങ്ങളാണ്, ഹൃദയം തകരുന്ന അധ്യായങ്ങളാണ്. അല്ലാഹുവിന്റെ ഖലീനെ അല്ലാഹു പ്രത്യേകമായ കൽപ്പനകളുടെ കടുത്ത പരീക്ഷണത്തിന് വിധേയനാക്കുകയാണ്. അതിന് കാരണം അല്ലാഹു അസ്ലിം എന്ന് പറഞ്ഞു. ഉടനെ ഞൊടിയിടയിൽ ഖലീൽ പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സർവശക്തനായ, സർവജ്ഞനായ, ജഗനിയന്താവായ അല്ലാഹുവിന് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടമാകട്ടെ, എനിക്ക് അനിഷ്ടമാകട്ടെ, പടച്ചവന്റെ കൽപ്പനയുടെ മുമ്പിൽ ഒരു വാക്ക് പറയാതെ, ഒരു നോക്ക് ചിന്തിക്കാതെ സർവ്വതും സമർപ്പിക്കാൻ ഈ ഇബ്രാഹിം തയ്യാറാണ് എന്ന് പടച്ചവന്റെ മുമ്പിൽ കട്ടായമായി, ദൃഢരൂഢമൂലമായി അള്ളാന്റെ ഖലീൽ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിനറിയാം ആ പ്രഖ്യാപനം സത്യസന്ധമാണ്. പക്ഷെ ലോകത്തിന് അള്ളാഹു കടുത്ത പരീക്ഷണത്തിന്റെ കഠോര മുറകളിലൂടെ അത് തെളിയിക്കുകയാണ്. ആ പരീക്ഷണത്തിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പാത്രീഭൂതനാക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, എങ്കിൽ ഇബ്രാഹിം നീ അഗ്നിജ്വാലയിലേക്ക് എറിയപ്പെടുകയാണ്. അഗ്നിജ്വാല കത്തിപ്പുകഞ്ഞ് ചരിത്രം പറയുന്നു 90 പിന്നിട്ട് കട്ടിലിൽ തളർന്ന് ശ്വാസം വലിക്കുന്ന ഉമ്മാമമാർ പോലും അള്ളാന്റെ ഖലീലിനെ വലിച്ചെറിയപ്പെട്ട് കരിക്കപ്പെടുന്ന തീനാളത്തിലേക്ക് തോളിൽ വിറക് കെട്ട് നേർച്ചയാക്കി സമർപ്പിച്ചിരുന്നു. എന്റെ വകയും കിടക്കട്ടെ, ഈ ഇബ്രാഹിമിനെ കരിക്കാൻ ഒരു കെട്ട് വിറക് എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലിൽ തളർന്നു കിടന്നിരുന്ന ഉമ്മാമമാർ പോലും ആ വിറകെട്ടിലേക്ക് നേർച്ചയാക്കിയിരുന്നു എന്ന് ചരിത്രം പറയുമാറ്. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ മലകോലെയുള്ള വിറകെട്ടിന്റെ നെറുകയിലേക്ക് അള്ളാന്റെ ഖലീലിനെ ചങ്ങലയിൽ ബന്ധിതനായി വലിച്ചെറിയപ്പെട്ടപ്പോൾ ആ കത്തിച്ചൊലിക്കുന്ന തീനാളത്തെ പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് അല്ലാഹുവിന്റെ മേൽ പ്രഖ്യാപിച്ച പ്രസ്താവനയെ അള്ളാന്റെ ഖലീൽ ഏറ്റെടുക്കുകയാണ്. പിന്നെ വന്ന പരീക്ഷണങ്ങൾ. നിങ്ങൾ 90 വയസ്സ് വരെ നിതാന്തമായി, നിരന്തരമായി, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, ആഗ്രഹിച്ച്, മോഹിച്ച്, കാമിച്ചു കിട്ടിയ നിങ്ങളുടെ കൺമണിയായ പൊന്നുമോൻ ഇസ്മായിലിനെയും സഹധർമ്മിണിയായ ഹാജറിനെയും ഒരു മനുഷ്യനില്ലാത്ത, ഒരു അയൽവാസിയില്ലാത്ത, ഒരു കുടുംബമില്ലാത്ത, ഒരു കൃഷിയില്ലാത്ത, ഒരു അങ്ങാടിയില്ലാത്ത, ആകാശത്തിന്റെ അമ്പിളിക്ക് മുത്തം കൊടുത്തുരുളിക്കുന്ന കരിമ്പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടുപോയി ആക്കണം ഇബ്രാഹിം എന്നല്ലാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പനയെയും സങ്കുറപ്പോടെ, നെഞ്ചുറപ്പോടെ ഏറ്റെടുത്തുകൊണ്ട് ശിരസ വഹിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം. പിന്നേതാണ് പ്രിയപ്പെട്ടവരെ പരീക്ഷണം. തന്റെ പ്രിയപ്പെട്ട മകനെ താഴെ വെച്ചാൽ എറുമ്പ് കടിക്കും, മേലെ വെച്ചാൽ പേൻ കടിക്കും എന്ന നിലയിൽ ആറ്റുനോക്കി തീറ്റിപ്പോറ്റി വളർത്തിയിരുന്ന പ്രിയപ്പെട്ട നിധിയായ, കനിയായ, കൺമണിയായ പൊന്നുമോന്റെ കഴുത്തിൽ നിങ്ങൾ തന്നെ മൂർച്ചയുള്ള കടുക്കം വെച്ചുകൊണ്ട് മകനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ മകൻ അല്ലാഹു നൽകിയതാണ്, അത് എന്റേതല്ല, അത് അല്ലാഹു എന്ത് പറഞ്ഞാലും അതിനുവേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന ദൃഢരൂഢമൂലമായ മനക്കട്ടിയോടെ ആറ്റുനോക്കി വളർത്തുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് കൂർത്തമൂർത്ത കടുക്കത്തിന്റെ താഴെ കിടത്തി, മോനെ നിന്നെ അറുക്കാനാണ് പടച്ചവൻ കിനാവിൽ എനിക്ക് നിർദ്ദേശം നൽകിയത്. നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചപ്പോൾ വാൾ ഉയർത്തിപ്പിടിച്ച്, കടുക്കം ഉയർത്തിപ്പിടിച്ച് താഴെ കിടക്കട, കഴുത്തിലേക്ക് ഈ വാള് വെച്ചുകൊണ്ട് നിന്നെ അറുക്കാനാണ്
പടച്ചവന്റെ കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ അശേഷം ഭാവമാറ്റമില്ലാതെ ഭീതിയുടെ അശേഷം സ്പർശിക്കാതെ വാപ്പ ഉയർത്തിപ്പിടിച്ച കൂർച്ചമുള്ള മൂർച്ചയുള്ള കത്തിക്ക് താഴെ കഴുത്ത് നിവർത്തി കൊടുത്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോട് കൽപ്പന എന്താണോ അതുപോലെ ചെയ്യുക എന്ന് ബാപ്പാന്റെ മുഖത്തു നോക്കി പറഞ്ഞ ആൺകുട്ടിയായ ദബീഹുല്ലാ ഇസ്മായിൽ. ഈ ഓർമ്മയുടെ പേരാണ് ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ ത്യാഗോജല ചാട്ടുളി തീച്ചുളയിൽ നിന്ന് കാച്ചിയെടുത്തതാ. അതുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ചീറ്റുമ്പോൾ, എല്ലാം മറന്നുകൊണ്ട് പൊട്ടുമ്പോൾ, എല്ലാം മറന്നുകൊണ്ട് തിമിർപ്പുമ്പോൾ ഈദുൽ അദ്ഹായുടെ പിറകിലുള്ള പ്രേരണയുടെ ചാലക ശക്തി ആദർശത്തിന്റെ പിതാവായ, ത്യാഗത്തിന്റെ ആളുരൂപമായ, ക്ഷമയുടെ മനുഷ്യ വ്യാഖ്യാനമായ, നീതിയുടെ വിളനിലമായ, ധർമ്മത്തിന്റെ ഗോപുരമായ, പ്രതിസന്ധിയുടെ മനുഷ്യ വ്യാഖ്യാനമായ, ക്ഷമയുടെ നിലക്കാത്ത ഉറവയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഓർമ്മയാണെന്ന് മറക്കരുത്. ഈദ് എന്ന് പറയുന്നത് പടച്ചവന്റെ മഹത്വത്തെ വിളംബരപ്പെടുത്താനുള്ളതാണ്. ഈദ് എന്ന് പറയുന്നത് പാവങ്ങളുടെ തോളിൽ കൈവെക്കാനുള്ളതാണ്. ഈദ് ആഘോഷിക്കാൻ കഴിയാതെ, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതെ, സുഭിക്ഷമായി ഭക്ഷണത്തിന് വകയില്ലാതെ, തലവെക്കാൻ തിണ്ണയില്ലാതെ, കഴിക്കാൻ ഉണ്ണില്ലാതെ, മണ്ണിൽ പാർക്കുന്ന കീറിപ്പറിഞ്ഞ് കുപ്പായമിട്ടുകൊണ്ട് കഴിയുന്ന മഹല്ല് നിവാസികൾ ഓർക്കാനാണ്, ജില്ലയിലെ പാവങ്ങൾ ഓർക്കാനാണ്, കുടുംബാതിഥികളിൽ പാവപ്പെട്ടവർ ഓർക്കാനാണ്. അവരൊക്കെ വീടുകളിലേക്ക് ഒരുക്കിയിട്ട് സാധനവുമായി കയറി ചെന്ന് ഇത് പെരുന്നാളിന്റെ സമ്മാനമാണെന്ന് പറയുമ്പോൾ ഇറച്ചി കഴിക്കാൻ കാശില്ലാതെ, അരി വാങ്ങാൻ പൈസയില്ലാതെ, വസ്ത്രമെടുക്കാൻ ചില്ലാനമില്ലാതെ, പണിയില്ലാതെ, തുണിയില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ വീട്ടിൽ പോയി അവർക്ക് വസ്ത്രം കൊടുക്കാൻ, അവർക്ക് അരി കൊടുക്കാൻ, അവർക്ക് മാംസം കൊടുക്കാനുള്ളതിന്റെ പേരാണ് ഈദ്. നമ്മെ പോലെ ആഘോഷിക്കാൻ കഴിയുമെങ്കിലും ക്യാൻസർ ബാധിതരായി, അറ്റാക്കിന് വിധേയരായി, സ്ട്രോക്ക് കൊണ്ട് തളർന്ന് വലിയ വീട്ടിൽ വരെ കഴിയുന്ന യുവാക്കൾ വരെയുണ്ട്. അതിൽ പലരും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവരും കേൾക്കുന്നുണ്ടാകണം, മൈക്കിലൂടെ, മിനാരങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന തക്ബീറിന്റെ മന്ത്രധ്വനികൾ അവരുടെ ശ്രവണപുടങ്ങളിലും പതിഞ്ഞേക്കാം. പക്ഷേ എണീക്കാൻ കഴിയാതെ, വസ്ത്രമെരിക്കാൻ കഴിയാതെ, ഓരോ അവയവത്തിന്റെ പല ഭാഗങ്ങളിലും തുളഞ്ഞ് അതിലൂടെയൊക്കെ പൈപ്പിട്ടുകൊണ്ട് ഇന്നും എന്നോട് ഒരാൾ പറഞ്ഞു, കാക്കാന്റെ മൂക്കിൽ പൈപ്പാണ്. കാക്കാന്റെ മൂക്കിൽ പൈപ്പാണെന്ന് പറയുന്നത് പുത്തൻ വേഷമണിഞ്ഞ അനുജനാണ്. ആ കതിർ കുപ്പായത്തിന്റെ ഉള്ളിൽ ആ അനുജന്റെ മനസ്സിന്റെ പെടക്കൽ എത്രയായിരിക്കും? ഇന്നലെ ഒരാൾ പറഞ്ഞു, ഉസ്താദേ, കാക്ക ക്യാൻസർ പിടിച്ച് കരാള ഹസ്തങ്ങളിൽ കിടന്ന് പെടയുകയാണ്. പരീക്ഷണത്തിന്റെ നീരാളിപ്പിടുത്തത്തിലാണ്. പാതിരാവിന്റെ ഉള്ളു പോലും ഉറങ്ങാതെ കഠിനമായ വേദന കൊണ്ട് പുളയുകയാണ്. രോഗം മാറാനല്ല, ഒരു രാത്രി ഉറങ്ങിക്കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്നവർ, ചാരുകസേരയിൽ നിന്ന് രണ്ടാളുടെ സഹായത്തോടെ മാത്രം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വരാൻ കഴിയുന്നവരായി വീടുകളിൽ കഴിയുന്ന രോഗികൾ ഓർത്തുകൊണ്ട് സന്ദർശിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഈദ്. നമുക്ക് എന്ത് ഈദാണെങ്കിലും, ഏത് തുണി കുപ്പായം മാറ്റുകയാണെങ്കിലും പുത്തൻ കുപ്പായത്തിലേക്ക് കണ്ണീര് വാർന്നൊഴുകുകയാണ്. കാരണം നമ്മുടെ പെരുന്നാള് വീട്ടിൽ ഒരു സ്വർഗീയ രാഗമുണ്ടായിരുന്നു. മോനെ കുടിച്ചോ, മോനെ കഴിച്ചോ എന്ന് പറയാൻ ഉമ്മയില്ലാത്ത പല ആളുകളുമാണ് ഈ സദസ്സിലുള്ളത്. സന്ദേശം നൽകുന്ന ഈ വിനീതനും അങ്ങനെയാണ്. എൻ്റെ പെരുന്നാൾ എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നൊരു പായസം വാങ്ങി കുടിക്കലാണ്. ഞാൻ പോയാൽ എൻ്റെ ഉമ്മയുടെ കട്ടിൽ ശൂന്യമാണ്. നമുക്ക് എത്ര പണമുണ്ടെങ്കിലും, എത്ര കഴിയുമെങ്കിലും ബാപ്പാന്റെ കൈകൊണ്ട് വാങ്ങിത്തരുന്ന തുണിയും കുപ്പായമാണ് നമ്മുടെ പെരുന്നാൾ. അത് വാങ്ങിത്തരാൻ വാപ്പയില്ലാത്ത പലരുമാണ് എൻ്റെ മുമ്പിലുള്ളത്. അവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നതിൻ്റെ പേരാണ് പെരുന്നാൾ. നമ്മളും നാളെ ആ ഖബറിലേക്ക് പോവുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിത ജാഗ്രതയ്ക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച ആഘോഷത്തിന്റെ പേരാണ് പെരുന്നാൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പെരുന്നാളിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കഴിക്കാനോ ശ്വസിക്കാനോ വലിക്കാനോ കുടിക്കാനോ എൻ്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ ഒരിക്കലും മുതിരരുത്. പ്രത്യേകിച്ച് രാസലഹരിയുടെ ഘോഷയാത്ര നടക്കുന്ന കാലമാണ്.
എട്ടും പൊട്ടും തിരിയാത്ത പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ പോക്കറ്റിൽ വരെ ലഹരി ഉൽപ്പന്നങ്ങൾ കുടിയേറി പാർക്കുന്ന കാലമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീത് മറക്കരുത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആരെങ്കിലും ലഹരിയുമായി ഇടപെട്ടാൽ ലഹരിയെ കുറിച്ച് കത്തിപ്പറഞ്ഞ് ഉയർന്ന് ജ്വലിച്ച് മൂർത്തിന് ഭാവത്തിൽ വരെ എത്തി അവസാനം ഒരു ഗോരോചന ഗുളിക വലിപ്പമുള്ള ഒറ്റ വാക്യത്തിൽ ലഹരിയുടെ ഗൗരവത്തെ മുഴുവനും തുടിപ്പിച്ച് പറഞ്ഞു, കള്ളുകുടിയൻ ബിംബാരാധകനെ പോലെയാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് കുടിച്ചാലും വലിച്ചാലും ചവച്ചാലും കഴിച്ചാലും ഒക്കെ സമമാണ്. പെരുന്നാളിന് ആരും ബിംബാരാധാകരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്. അതോടുകൂടി നാട്ടിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. അനാഥ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുടുംബക്കാരെ പരസ്പരം ചേർത്തിപ്പിടിക്കുക. ഉടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി മസ്ലഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. നാടിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി പരമാവധി പാടുപെട്ട് പരിശ്രമിക്കുക. ഇതെല്ലാം കൂടി ചേർന്നാൽ തക്ബീറിന്റെ സാരാംശം അന്വർത്ഥമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ നിലയിൽ പെരുന്നാളിനെ അർത്ഥതലത്തിൽ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതോടുകൂടി ഈദുൽ അദ്ഹയുടെ സുപ്രധാനമായ സുഹൃതമായ നമ്മുടെ നാട്ടിലെ സംഘടിത ഉളുഹിയ്യത്ത് നിസ്കാരാനന്തരം നേരെ പോയി നടത്തുകയാണ്. ആദ്യം ഒറ്റയടിക്ക് 10 കന്നിനെയാണ് അറക്കുന്നത്. പിന്നെ അതിനനുസരിച്ചുകൊണ്ട് ക്രമമായിട്ട് ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം യാചിക്കുകയാണ്. എല്ലാ യാചനയും നല്ലതല്ല, പക്ഷെ ഈ യാചന കുഴപ്പമില്ലാത്തതാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം മഹല്ലിലെ ഖതീബ് എന്നൊരു ചെറിയ സേവകൻ എന്ന നിലയിൽ കമ്മിറ്റിക്കാരുടെ അഭ്യർത്ഥന കൊണ്ട് ഞാൻ തന്നെ സ്വയം സംഘാടകനായി യാചിക്കുകയാണ്. എല്ലാവരും വരണം. ഇന്നത്തെ ത്യാഗം നാളത്തെ സ്വർഗത്തിനുള്ള അധ്വാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മുഖവിലക്കെടുക്കണം. മുഖം തിരിച്ചുകൊണ്ട് ആരും പോകരുത്. പ്രത്യേകിച്ച് ഉളുഹിയ്യത്തിന്റെ കർമ്മത്തിൽ പങ്കാളികളായ ആളുകൾക്ക് അവർ നിർബന്ധമായിട്ട് വരണമെന്ന് ഞാൻ പറയില്ല. അത് ഞാൻ പറയുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ട അതുകൊണ്ടാണ്. പക്ഷെ ഒരു മസാല ഞാൻ പറയാം, അവിടെ എല്ലാവരും പങ്കെടുക്കൽ സുന്നത്താണ്. ഞാനും പങ്കെടുക്കും. ഇത്തിരി ദൂരം എന്നുകൊണ്ടായിരിക്കും പങ്കെടുക്കുക എന്ന് മാത്രം. അതുകൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ എല്ലാവരും ആ സ്ഥലത്ത് തന്നെ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിതരണത്തിൽ എല്ലാവരും സഹകരിക്കണം. അച്ചടക്കം പാലിക്കണം. ഒരു മൃഗത്തെ അറുക്കുന്ന സമയത്ത് മറ്റ് മൃഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി മറ പിടിച്ചുകൊണ്ട് ശ്രമിക്കണം. ഉളുഹിയ്യത്തിന്റെ വിതരണത്തിൽ എല്ലാവരും മസാലകൾ കീപ്പ് ചെയ്യണം എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. പിന്നെ അതിൻ്റെ സമയം 12 മണിയാണ്. കാരണം കന്നുകൾ അറുത്തിട്ട് ഒരു കന്നിനാണ്ട് അറുത്തിട്ട് മാംസം കൂട്ടിയിട്ട് വിതരണം ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു ക്രമീകരണം പ്രായോഗിക രീതിയും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് 12 മണിക്ക് വിതരണം തുടങ്ങും. അപ്പോൾ പാസ്ബുക്ക് ഇട്ട് എല്ലാവരും അല്ലേ, എല്ലാവരുടെ കയ്യിലും ഇല്ലേ ബുക്ക്? എല്ലാവരും ആ ബുക്ക് ആയിട്ട് വരണം. കൊടുക്കുന്ന സമയം ഔദ്യോഗികമായിട്ടുള്ളത് 2 മണിയാണ്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അതിന് അർത്ഥം വെക്കാൻ കഴിയുന്നവർ അർത്ഥം വെച്ചാൽ, എല്ലാം കൂടി അർത്ഥം വെച്ചാൽ പിന്നെ പ്രസംഗിച്ചതിന് കാര്യമില്ലല്ലോ. ഔദ്യോഗികമായി കൊടുക്കുന്ന സമയം 2 മണിയാണ്. 12 to 2 മണി വരെയാണ്. അതിനകം വരാൻ പറ്റുന്ന എല്ലാ ആളുകളും വരണം. പിന്നെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മട്ടം പോലെ നിർബന്ധിച്ച് ചെയ്യാവുന്നതൊക്കെ ചെയ്യും. എന്നാലും 2 മണിയാണ് കണക്ക്. ആ കാര്യം ആരും മറക്കരുത്. 8 മണിയായോ? കഴിഞ്ഞ് ഉറപ്പല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. നമസ്കാരത്തിൽ കിടക്കാൻ നമസ്കാരം പറയണം. എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കാരണം മുഅദ്ദിനൊരു കാര്യം പറഞ്ഞിട്ട് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ ആ സമയത്ത് വെച്ച് അമല് പഠിക്കുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ചില സ്ഥലത്ത് കാണാം മയ്യത്തിന് കൊടുത്തിട്ട് മയ്യത്ത് നിസ്കാരം പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾ മുമ്പെന്തായിരുന്നു പണി? ഇത് മരിക്കുന്നൊന്നും ഓർമ്മയില്ലേ? ഓരോ അമല് ആ സമയത്തല്ല പഠിക്കുക. അപ്പൊ ഹജ്ജ് ക്ലാസ് അവിടെ പോയിട്ട് എടുക്കുക, ഇവിടെ നിർത്തിട്ടല്ല പോവാ. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരമൊക്കെ ആദ്യം പഠിച്ചേക്കണം. എന്നാലും അദ്ദേഹം എന്നെക്കാൾ പ്രായമുള്ള ഇബാദത്തുള്ള ഇൽമുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ അവഗണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇനി ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് അമല് പറയിപ്പിക്കുന്നതല്ല. നേരത്തെ നിങ്ങൾ എത്ര സമയം നിന്നാലും ഞാൻ പറയാം, ഞാൻ ഖതീബാണ്, എനിക്ക് കടമയാണ്. നിങ്ങൾ എല്ലാവരും കൂടി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 1 മാസം വെച്ചിട്ട് പെരുന്നാൾ നിസ്കാരം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി. പക്ഷെ ആ സമയത്ത് പറയരുത്. കാരണം ആ സമയത്ത് എല്ലാവർക്കും കൂടി അറിയില്ലല്ലോ. എന്നാലും അദ്ദേഹം പറഞ്ഞ് ഞാൻ അവഗണിക്കലില്ല. അതുകൊണ്ട് പറയാം, ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് ഖിബിലാക്ക് മുന്നിട്ട് കൊണ്ട് ഇമാമോടുകൂടി നമസ്കരിക്കുന്നു. നിയ്യത്ത് മലയാളത്തിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്, കൽബിൽ കരുതൽ. തൊള്ളോണ്ട് പറയുന്നത് മെല്ലെ പറയുന്നത് സുന്നത്താണ്.
അങ്ങനെ തക്ബീർ കെട്ടിയാൽ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതിയതിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 7 പ്രാവശ്യം. എന്നിട്ട് ഫാത്തിഹ. എന്നിട്ട് പിന്നെ സൂറത്തൊക്കെ ഞാനല്ലേ ഓതല്, അത് ഞാൻ ഓതിക്കൊണ്ട് നിങ്ങൾ കേട്ടാൽ മതി. പിന്നെ രണ്ടാമത്തെ തക്ബീർ 5 വട്ടം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫർള് നിസ്കാരം പോലെയാണ്. ഈ തക്ബീറല്ലേ പറയണ്ടുള്ളൂ. 1-ാം റക്അത്തിൽ തക്ബീർ വജ്ജഹത്തുവിന് ശേഷം ട്ടോ 7. 2-ാം റക്അത്തിൽ തക്ബീർ ഫാത്തിഹയ്ക്ക് മുമ്പ് ബിസ്മിക്ക് മുമ്പായിട്ട് 5. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക. സലാം വീട്ടി ഉടനെ തക്ബീറല്ലോ. ചെറിയ പെരുന്നാൾ പോലെയല്ല വലിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ ഇമാമ് തക്ബീറുൽ ഇഹ്റാം കെട്ടിയോടുകൂടി തക്ബീറിന്റെ അധ്യായം അടഞ്ഞു. പിന്നെ തക്ബീർ ഔദ്യോഗിക സുന്നത്തില്ല. എന്നാൽ വലിയ പെരുന്നാൾ അങ്ങനെയല്ല. ഓരോ നിസ്കാരത്തിന് ശേഷം തക്ബീർ സുന്നത്താണ്. അത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം സുന്നത്താണ്. അതുകൊണ്ട് ചെറിയ പെരുന്നാൾക്ക് സലാം വീട്ടിയാൽ ഉടനെ കുത്തുബക്ക് കയറലാണ്. വലിയ പെരുന്നാൾക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെടും അങ്ങനെ കയറിയാൽ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് തക്ബീർ എല്ലിട്ട് കുത്തുബ തുടങ്ങുള്ളൂ. അതിലൊക്കെ നിങ്ങൾ നല്ല ആവേശത്തോടെ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പോരെ. الصلاة جامعة الله أكبر 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 الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر.
الله أكبر الله أكبر الله أكبر الله أكبر الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر. لا إله إلا الله. الله أكبر. الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر. لا إله إلا الله. الله أكبر.
الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله وبركاته. الله أكبر 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 لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره المشركون. لا إله إلا الله وحده صدق وعدا نصر عبدا وهزم الأحزاب وحده. لا إله إلا الله الملك الحق المبين محمد رسول الله صادق الوعد الأمين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. لك الحمد يا الله على إيماننا وهدايتنا وفطرتنا وعلى جماعتنا في هذا المجلس المعظم بالتكبير والصلاة في الوقت الضحى. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وقائدنا ونبينا وصفينا وشفيعنا وحبيبنا ومحبوبنا وقرة أعيننا وثمرة فؤادنا وطبيب قلوبنا محمد صلى الله عليه وآله وسلم عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر
اللهم فصل وسلم وبارك على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم صلاة وسلاما دائمين متلازمين إلى يوم الدين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الصلاة والسلام عليك يا سيدنا يا رسول الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة فجزاك الله عنا خير الجزاء. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أما بعد فأوصيكم ونفسي الخاطئة أولا بتقوى الله تعالى عز وجل. اعلموا أن التقوى أساس الإسلام وبها النجاة للأنام فاتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أيها الأحبة الكرام، هذا يوم العيد فيه البركة علمه رب العالمين. قدم رسول الله صلى الله عليه وآله وسلم المدينة فرأى الناس يلعبون في اليومين فقال رسول الله صلى الله عليه وآله وسلم ما هذان؟ فقالوا هما يومان كنا نلعب فيهما يا رسول الله صلى الله عليه وآله وسلم. فقال رسول الله صلى الله عليه وآله وسلم قد أبدلكم الله بهما خيرا منهما. إخواني في الله، أبدلنا الله سبحانه وتعالى للعيد في الجاهلية هذا العيد الأضحى. فاتقوا الله رب العالمين في هذا اليوم. لا تلعبوا ولا تلقوا أيديكم إلى التهلكة في هذا اليوم ولا تشربوا الخمر إخواني في الله، خاصة أيها الشباب، لأن شرب الخمر محرم لأن الخمر أم الخبائث. فقال رسول الله صلى الله عليه وآله وسلم يخرج يوم القيامة شارب الخمر من قبره أنسن من الجيفة والكوز معلق في عنقه ويلبس علم من النار فيغلي دماغ رأسه نبينا محمد مصطفى صلى الله عليه وآله وسلم. فإياكم أيها الشباب وشرب الخمر، وفقنا الله لما يحب ويرضى في هذا اليوم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. في هذا اليوم تسن الضحية. قال رسول الله صلى الله عليه وآله وسلم ما عمل ابن آدم يوم النحر أحب إلى الله من إراقة الدم
ഫഅള്ളിമു ഇഖ്വാനി ലഹായാകും ഫഇന്നഹാ അല സിറാത്തി മതായാകും ഫകബ്ബിറു ഇഖ്വാനി ബഅദ കുല്ലി സ്വലാത്തിൻ لأنها تسن بعد كل صلاة ولو كانت الصلاة نفلا ولو كانت الصلاة صلاة ميت يسن التكبير. قال النبي المصطفى محمد ما كبر المكبر إلا بشر ما كبر المكبر إلا بشر. فقالوا يا رسول الله بالجنة قال نعم بالجنة بشر محمد رسول الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أيها المؤمنون في هذا اليوم زوروا مقابر أقاربكم ومقابر من تعلق بكم من الموتى لأنهم يرجوا دعاءكم كرجاء الغريق. وأيضا عود المرضى لأن كثيرا من الأرضى ينتظرون ويرجون مجيئنا إخواني في الله. وذكروا الكبار وارحموا الصغار. عود المرضى زوروا المقابر لأن رسول الله صلى الله عليه وآله وسلم قال كنت نهيتكم من زيارة القبور فزوروها فإنها تذكركم الموتى وفي رواية فإنها تذكركم الآخرة. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. أختتم خطبتي إن أحلى ما تلاه التالون وأنفع ما سمعه السامعون كلام رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. إني أمركم وإياي بما أمركم الله من حسن طاعته فأطيعوه وأنهاكم وإياي ما نهاكم الله من قبل معصيتي فلا تعصوا وأرجو لكم ما عند الله من ثوابي فاسألوه. وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر. الحمد لله رب العالمين.
والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. وبعد فأوصيكم ونفسي بتقوى الله تعالى عز وجل. يذكرنا هذا اليوم ثلاثة نفرات. إخواني في الله، الأول خليل الله إبراهيم، والثاني ابنه ذبيح الله إسماعيل، والثالث زوجته أم هذه الأمة هاجر رضي الله تعالى عنها. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. إخواني في الله، هذا اليوم علموا بالتكبير والتهليل والتسبيح والتحميد. قال المصطفى صلى الله عليه وآله وسلم: زينوا أعيادكم بالتكبير. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. فصلوا على النبي المصطفى محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. اللهم ارض عن ساداتنا وأئمتنا وأصحاب رسول الله، خاصة أن أولهم أفضل البشر بعد الأنبياء أبي بكر الصديق، وعن ثانيهم أمير المؤمنين عمر بن الخطاب، وعن ثالثهم حبيب الرحمن عثمان بن عفان، وعن رابعهم أنا قال في فضله المصطفى: أنا مدينة العلم وعلي بابها، عن علي بن أبي طالب. اللهم ارض عن الحسن والحسين وعن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراه واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. اللهم تجاوز عن أمة سيدنا محمد
محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تسوي خلقنا بالنار ولا تجعلنا من حطب النار فإنما بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله على ما تصنعون. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അല്ലാഹുവേ, ഞങ്ങൾ വന്നതും ചെയ്തതും ചൊല്ലിയതും പറഞ്ഞതും കൂടിയിരുന്നതും നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിനേക്കാൾ സന്തോഷത്തോടെ സുവലോക സ്വർഗത്തിൽ ഹബീബിന്റെ ജിവാറിൽ കൊട്ടാരത്തിൽ പാർക്കാനുള്ള സബബായി സ്വീകരിക്കണേ അല്ലാഹ്. ഈ അമാലിന്റെ തവാബ് നിന്റെ അഹബ്ബായ അക്രമായ ഞങ്ങളുടെ ഷഫീ ആയ ഉലകത്തിന്റെ നേതൃത്വമായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ പെരുന്നാളിന്റെ സമ്മാനമായി പാവങ്ങളിൽ നിന്ന് റൗളയിൽ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ നളറും മദതും മഹബത്തും ഷഫാഅത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പെരുന്നാൾ നിന്റെ തൃപ്തിയിലായി അനുകൂലമായി സമർപ്പിക്കാനുള്ള തഖ്വ നൽകണേ അല്ലാഹ്. പെരുന്നാളിന്റെ പിശാചിന്റെ പാവയായി മാറി പിശാചിനെ പ്രീണപ്പെടുത്തുകയും തൃപ്തിപ്പെടുത്തുകയും അവന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും അവന്റെ ആർപ്പും വിളിയിലും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും വിശിഷ്യ ചെറുപ്പക്കാരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാവിധ തമ്മാടിത്തരങ്ങളുടെയും കൊല ഒടിഞ്ഞു വീണ കാലമാണ്. MDMA രാസലഹരികൾ ചെറുപ്പക്കാരെ കീഴ്പ്പെടുത്തി യുവാക്കൾ അതിൽ നരനായാട്ട് നടത്തുന്ന കാലമാണ്. അതിൽ നിന്ന് കണ്ടാമൃഗങ്ങൾ, അതിൽ നിന്ന് കൊലയാളികൾ, അതിൽ നിന്ന് മോഷണക്കാർ, അതിൽ നിന്ന് ചൂഷണക്കാർ എല്ലാം ഉടലെടുക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ ചെറുപ്പക്കാരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതിൻ്റെ, ചെയ്തതിൻ്റെ, പറഞ്ഞതിൻ്റെ, ഓതിയതിൻ്റെ മിഥല സവാബ് ഞങ്ങൾക്ക് പെരുന്നാളായിരുന്ന പലരും ഖബറുകളിലാണ്. അവർക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീട്ടിൽ പല കട്ടിലുകളും ശൂന്യമായി കിടക്കുകയാണ്. അതിൽ കിടന്ന് ഞങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന പലരും ഖബറിന്റെ അടിയിലാണ്. അവർക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഭൂമിയുടെ മുകളിൽ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഭൂമിക്ക് താഴെ അവരെ നീ അദാബിലാക്കല്ല അല്ലാഹ്. അവരുടെ ഖബറുകളിലും നീ ആഘോഷമാക്കണേ അല്ലാഹ്. അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കണേ അല്ലാഹ്.
ഒരുപാട് പെരുന്നാളുകളെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ആയുസ് കൊണ്ട് ആരോഗ്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അത് നിന്റെ ത്വാഅത്തിലും ദഅവത്തിലും ഖിദ്മത്തിലുമാക്കി തരണേ അല്ലാ. ആയുസ് അന്തസ്സാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഉദയത്ത് കർമ്മത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അത് നാളെ സ്വർഗത്തിലേക്കുള്ള മനോഹരമായ വാഹനമാക്കി തരണേ അല്ലാ. അതിന്റെ പുറത്ത് കയറി നാളെ ഉല്ലസിക്കാൻ അവർ കുഞ്ഞുങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ലാ. വിതരണത്തിൽ പങ്കെടുക്കുന്നവർ, സേവനങ്ങളിൽ നിരതരാകുന്നവർ, പട്ടിണി കിടന്ന പലരും ഈ ദിവസത്തിലൂടെ നടക്കുന്നവർക്കൊക്കെ ഞങ്ങൾക്കും അർശിന്റെ തണലിനി നൽകണേ അല്ലാ. അല്ലാഹുവേ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഖബറിനെ റഹ്മത്ത് കൊണ്ട് നിറക്കണേ അല്ലാ. സുഗന്ധം കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. പ്രവിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അവരിൽ ആരെങ്കിലും ഒരു ചെറിയ അദാബെങ്കിലും സഹിക്കുന്നുവെങ്കിൽ അവരെ തൊട്ട് അദാബിനെ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. പെരുന്നാളിന്റെ കാരാഗ്രഹങ്ങളിൽ നിരപരാധികളായി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിൽ പെരുന്നാളില്ലാതെ ചോര പുരണ്ട കീറക്കുപ്പായമിട്ട് വാപ്പവുമ്മയെ അന്വേഷിച്ച് ഓടി നടക്കുന്ന പിച്ചവെച്ച് വളരുന്ന മക്കളുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ കട്ടിലിൽ തളർന്നു കിടന്നുകൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന 23, 25, 40, 50 പ്രായമുള്ളവരടക്കം രോഗികളുണ്ട്, സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗികൾക്ക് ശമനം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ നീക്കിത്തരണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണേ അല്ലാ. പ്രയാസമുള്ളവർക്ക് എത്തിക്കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ ഇടങ്ങേറെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. പണിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. വേതനമില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഉചിതരായ ഇണകളെ റെഡിയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നാടിനെ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലാക്കണേ അല്ലാ. ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണേ അല്ലാ. വിശാല മനസ്കതയുടെ ഉടമകളാക്കണേ അല്ലാ. രഞ്ജിപ്പ് യോജിപ്പിന്റെ അടിമകളാക്കണേ അല്ലാ. ശത്രുത നാമ്പെടുക്കുന്ന ഹൃദയങ്ങളാക്കല്ല അല്ലാ. പകപോക്കുന്ന മനസ്സുകളാക്കല്ല അല്ലാ. പാരപോരിന്റെ അടിമകളാക്കല്ല അല്ലാ. അസൂയയുടെ ബലിയാടുകളാക്കല്ല അല്ലാ. ഈ സദസ്സിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഹബീബിന്റെ ജിവാറിലായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. اللهم يسر أسيرنا وسهل أمورنا وقل ما في ضمائرنا وعد ديوننا واكشف كروبنا وأزل همومنا وطول أعمارنا واشف أمراضنا وأمراض من أوصانا الظاهرية والباطنية الجسمانية والروحانية الشيطانية والجنية السحرية والعينية فاشفها يا شافي يا كافي يا معافي يا الله. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. സുബൈന്റെ ക്ലാസ് ഉണ്ടാവുമെന്ന് പലരും വിളിച്ചു വെച്ചിരുന്നു. സുബൈന്റെ ക്ലാസ്സിന് മുടക്കമില്ല, എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ബിത്തൗഫീഖിൽ ഉണ്ടാവും. അസ്സലാമു അലൈക്കും.